കോഴിക്കോട് കോർപ്പറേഷനിലെ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 45 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് മത്സരിക്കുന്നുണ്ട്. രാഹുൽ തന്നെ വിവരങ്ങൾ നൽകും. രാഹുൽ, ആരൊക്കെയാണ് പട്ടികയിലെ പ്രമുഖർ? മാധു, ബി.ജെ.പി ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. 2 സീറ്റുകളിൽ 2ാം സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞു. അതുകൊണ്ട് സീറ്റ് വർദ്ധിപ്പിക്കുക എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറെ അഭിമാന പോരാട്ടം എന്ന രീതിയിൽ നേതൃത്വം കണക്കാക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ്. 76 ഡിവിഷനുകളാണ് കോർപ്പറേഷനിലാകെയുള്ളത്. ഇതിൽ ഈ 45 സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പറഞ്ഞതുപോലെ നിലവിൽ കോർപ്പറേഷനിലെ ബി.ജെ.പി പാർട്ടി ലീഡറായ നവ്യ ഹരിദാസ് വീണ്ടും ജനവിധി തേടുന്നുണ്ട്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ കൂടിയാണ്. നേരത്തെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച് ശ്രദ്ധ നേടുകയും ചെയ്ത നവ്യ ഹരിദാസ് തന്നെയാണ് ഈ പട്ടികയിൽ ഏറ്റവും പ്രമുഖ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പം 45 പേരിൽ വനിതാ സംവരണം ഉൾപ്പെടെ 28 പേർ സ്ത്രീകളാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ബാക്കിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതായത് 76-ൽ ബാക്കിയുള്ള പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നുകൂടി കെ സുരേന്ദ്രനാണ് കോർപ്പറേഷന്റെ ചുമതല വഹിക്കുന്ന ബി.ജെ.പി നേതാവ്. അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് നൽകണമെന്ന കാര്യത്തിലൊരു വ്യക്തത, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ആ വിധത്തിലുള്ള ചർച്ചകളും പുരോഗമിച്ചു വരികയാണ്. അപ്പോൾ ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ്, ബാക്കി ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കും എന്ന കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനമുണ്ടാകും. ബാക്കി പട്ടിക ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് ബി.ജെ.പി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. കോർപ്പറേഷനിലേക്ക് 22 സീറ്റുകളിൽ കോൺഗ്രസ് ഇതിനകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ബാക്കി ചർച്ചകളും പുരോഗമിച്ചു വരികയാണ്. ഇടതുപക്ഷം CPM 61 സീറ്റുകളിൽ മത്സരിക്കുന്നു. CPI 5 സീറ്റുകളിൽ അടക്കമാണ് മത്സരിക്കുന്നത്. ഈ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ തെളിഞ്ഞു വരികയാണ്.